ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. എല്ലാവരും സുഖമായിരിക്കുന്നോ? കഴിഞ്ഞ ആഴ്ച തന്ന പാഠമൊക്കെ എഴുതിയോ? വായിച്ചൊക്കെ നോക്കിയോ? പഠിക്കുന്നൊക്കെ ഉണ്ടോ? നമ്മളിനി പഠിക്കുവാൻ പോകുന്നത് നമ്മുടെ പുസ്തകത്തിലെ 2ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ലേഷർ എന്നാണ്. ലേഷർ എന്ന വാക്ക് ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്താ ലേഷർ എന്ന വാക്കിൻ്റെ അർത്ഥം? ലേഷർ എന്ന വാക്കിൻ്റെ അർത്ഥം ഒഴിവ് സമയം അല്ലെങ്കിൽ വിശ്രമ സമയം. ലേഷർ ഒരു മനോഹരമായ കവിതയാണ്. അപ്പോൾ ആരായിരിക്കും കവിത എഴുതിയത്? ഈ കവിത എഴുതിയ വ്യക്തിയുടെ പേര് W.H. ഡേവിസ് എന്നാണ്. വില്യം ഡേവിസ്. The poem tells us that the modern man is busy in his field of work and has no time to enjoy the beauty of nature. നമ്മുടെ ജീവിതങ്ങളിൽ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഒഴിവു സമയങ്ങളെക്കുറിച്ചാണ് കവി ഈ കവിതയിലൂടെ നമ്മളോട് പറയുവാൻ ഉദ്ദേശിക്കുന്നത്. അറിയാം, ഈ തിരക്കേറിയ ജീവിതത്തിൽ ഇന്ന് നമുക്ക് ഒഴിവു സമയം കണ്ടെത്തുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. The poem portrays the significance of leisure. The poet says that we have no time to admire the nature around us. ഈ തിരക്കേറിയ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പ്രകൃതി. പ്രകൃതിയെ നോക്കുവാനോ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കുവാനോ പ്രകൃതിയെ സംരക്ഷിക്കുവാനോ സ്നേഹിക്കുവാനോ ഒന്നും നമുക്ക് സമയമില്ലെന്ന് കവി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്തെന്ന് സ്വയം ചോദിച്ചുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത്. നമുക്കൊരു നിമിഷം നിൽക്കുവാനോ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുവാനോ സമയമില്ല. മരച്ചില്ലകളുടെ തണലിൽ നിൽക്കാനോ തണലിൻ്റെ തണുപ്പ് ആസ്വദിക്കുവാനോ വയലുകൾ മേയുന്ന ആടുമാടുകളെ നോക്കുവാനോ ആസ്വദിക്കുവാനോ സമയമില്ല. വനാന്തരങ്ങളിലൂടെ കടന്നു പോകും അണ്ണാൻ താൻ ശേഖരിക്കുന്ന ധാന്യങ്ങൾ പുല്ലുകൾക്കിടയിൽ ഒളിപ്പിക്കുന്ന മനോഹര ദൃശ്യം കാണുവാൻ നമുക്ക് സമയമില്ല എന്ന് കവി ദുഃഖത്തോടെ പറയുന്നു. സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ആധുനിക സമൂഹത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ കരുതുവാനും അതോടൊപ്പം തന്നെ പ്രകൃതിയെ സ്നേഹിക്കുവാനും പ്രകൃതിയെ സംരക്ഷിക്കുവാനും നമുക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് കവി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ സമയമായിക്കോട്ടെ, ആ ചെറിയ സമയം ഏറ്റവും സന്തോഷകരമായി നമ്മുടെ കുടുംബത്തോടൊപ്പവും അതോടൊപ്പം തന്നെ പ്രകൃതിയോടൊപ്പവും ചെലവഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ജീവിതത്തിൽ ചുമതലകളാണ് കൂടുതലെങ്കിൽ നമുക്ക് ഈ ജീവിതം അർത്ഥവത്തായിരിക്കുകയില്ല. കാഴ്ചപ്പാടുകൾ ആവശ്യപ്പെടാതെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ചുമതലകൾ നാം നൽകേണ്ടതാണ്. നമ്മുടെ ജീവിതം മോശമായി ജീവിക്കുന്നു, എന്നാൽ ചുറ്റുപാടുള്ള നന്മയോ സൗന്ദര്യമോ ആസ്വദിക്കാൻ നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞാണ് കവി കവിത അവസാനിപ്പിക്കുന്നത്. ടെൻഷനും സ്ട്രെസ്സും എല്ലാം നിറഞ്ഞ ഈ ജീവിതത്തിൽ ഒഴിവു സമയങ്ങൾ നമുക്ക് കിട്ടേണ്ടത് ഏറ്റവും അത്യാവശ്യകരമായ ഒരു കാര്യമാണ്. ആ ഒഴിവു സമയം നമ്മുടെ ജീവിതത്തിൽ കണ്ടെത്തുവാൻ നമ്മൾ ശ്രമിക്കും. ലേഷർ എന്ന കവിത നമ്മെ പല കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. നഷ്ടപ്പെടുന്ന നമ്മുടെ ഒഴിവു സമയങ്ങൾ, നഷ്ടപ്പെട്ട നമ്മുടെ പ്രകൃതിയോടുള്ള സ്നേഹം, പ്രകൃതിക്ക് തിരിച്ച് നമ്മളോടുള്ള സ്നേഹം എല്ലാം ലേഷർ എന്ന കവിത നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈ കവിത ഒരു ഓർമ്മപ്പെടുത്തലാണ്. ചുറ്റുമുള്ളത് കാണുവാനും ചുറ്റുമുള്ളത് കേൾക്കുവാനും അതെല്ലാം സന്തോഷത്തോടെ ആസ്വദിക്കുവാനും നമുക്കെല്ലാവർക്കും ആ നഷ്ടപ്പെട്ട ഒഴിവു സമയം ലഭിക്കുവാനും എല്ലാവരും പരിശ്രമിക്കുകയും ചെയ്യണം. ആ പരിശ്രമത്തിൻ്റെ തുടക്കമായി ലേഷർ എന്ന കവിത നിങ്ങളെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു ഓർമ്മപ്പെടുത്തലാവട്ടെ എന്ന് ആശംസിക്കുന്നു. പാഠഭാഗത്തിലെ എന്തെങ്കിലുമെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാവരും എഴുതണം, അന്നൊന്ന് തന്നെ പഠിക്കണം. താങ്ക് യു.